അപ്പോൾ അതേ കണക്ക് തന്നെ ഇവിടുത്തെ കടലടിയിലൊക്കെ ഒരുപാട് വീടുകളൊക്കെ നഷ്ടമായിട്ടുണ്ട്. ഒത്തിരി വീടുകളൊക്കെ നഷ്ടമായിട്ടുണ്ട്. അവർ കൊടുക്കുന്ന എത്ര ശതമാനമാണ്? ഈ 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് മത്സ്യത്തൊഴിലാളിക്ക് ഒരു വീട് ഒരു കടലെടുത്ത് പോയാൽ അവർക്ക് വീടും സ്ഥലവും ഇവർ തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന കാര്യം? അവർ 6 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു സ്ഥലം മേടിക്കുന്നു. 6 ലക്ഷം രൂപ, ബാക്കി 4 ലക്ഷം രൂപ കൊണ്ട് എവിടെ ഒരു വീട് കിട്ടാൻ പറ്റുന്നത്? ഇന്ന് ചുടുകെട്ട പോലും ഒരു വെട്ടുകല്ലിന് പോലും 4 ലക്ഷം രൂപ തികയത്തില്ല ഒരു വീട് പണിഞ്ഞാൽ. നമുക്കറിയാനുള്ളതാ കാര്യം എന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ കൊടുക്കുന്നെങ്കിൽ ഒരു 6 ലക്ഷം രൂപ സ്ഥലത്തിന് കൊടുക്കുന്നു, 4 ലക്ഷം രൂപ വീട് വയ്ക്കാൻ കൊടുക്കുന്നു. അപ്പം നമ്മൾ പറയുന്ന അതല്ല, വീടും സ്ഥലവും സർക്കാർ വെച്ചു കൊടുക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം, മത്സ്യത്തൊഴിലാളിയുടെ ഒരു ആഗ്രഹം. അത് സർക്കാർ മുൻഗണന എടുത്ത് ചെയ്യണം. ഏത് പാർട്ടിയെ ഭരിച്ചോട്ടെ അവർ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ആഗ്രഹം. ചേട്ടാ, നേരത്തെ കടലിന്റെ ശക്തിയെക്കുറിച്ച് എങ്ങനെയാണ് ഈ ഒരു 50 വർഷക്കാലം കടലിനെ നന്നായി അറിയുന്ന ഒരാൾ? കടലെന്ന് പറയുന്നത് ഇരുമ്പിനെയൊക്കെ ഒടിച്ചു കളയുന്നതാണ് കടലെന്ന് പറയുന്ന ഒരു സംവിധാനം. നമുക്കറിയാം, ഇപ്പം ഈ സുനാമി എടുത്ത സമയത്ത് ഈ നമ്മുടെ ഈ മണക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് 100 വർഷത്തെ ഗ്യാരണ്ടിക്ക് വേണ്ടി ഒരു പാലം പണിഞ്ഞു കൊടുത്ത് ഒരൊറ്റ ദിവസം കൊണ്ട്, ചില മണിക്കൂർ കൊണ്ട് ആ അടിച്ച അടിയിൽ അവിടുത്തെ പാലത്തിൻ്റെ പീസ് ഇന്നു പോലും കണ്ടുപിടിക്കാൻ ആർക്കും സാധിക്കുന്നില്ല, ഒരു പീസ്. അതെന്തുകൊണ്ടാണ്? കടലിൻ്റെ ശക്തിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് ഉള്ള കാലം പഠിച്ചാൽ അത് പഠിച്ചു തീരാൻ സാധ്യതയില്ല. കടലിൻ്റെ ആഴം എന്ന് പറയുന്നത് അങ്ങനെയാണ്. കടലിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതാണ്. നമുക്ക് അറിയാം, ഇപ്പോഴാണ് നമുക്ക് കടൽ ശാന്തമായി വരികയാണോ? ഇപ്പം ശാന്തമാണ് കടല്, ഇപ്പം ശാന്തമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ ഇതെന്ന് പറയുന്നത്, നമുക്ക് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വന്നാൽ ഒരുപാട് പെട്ട മത്സ്യത്തൊഴിലാളികൾ ജോലിക്ക് പോകത്തില്ല. ഇപ്പം എല്ലാം പോവാ, ഇപ്പം അവർക്ക് എങ്ങനെ വേണമെങ്കിലും പോവാ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ 2 ഇഞ്ചിന്, ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞില്ലേ, കേരളത്തിൽ ആദ്യമായിട്ട് 2 ഇഞ്ചിൻ വെച്ച് ഓടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നുവെച്ചാൽ എൻ്റെ ബുദ്ധി കൊണ്ടിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടാണ് അപ്പോൾ എന്നെ പേരിങ്ങനെ പറഞ്ഞ് ഇവൻ്റെ കിറുക്കായതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ 2 ഇഞ്ചിന് വെച്ച് ഓടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയുന്നത്, ഏതൊരു മനുഷ്യന് ഏതൊരു പ്രവൃത്തി ചെയ്ത് അത് ജയിച്ചതിൻ്റെ ശേഷം മാത്രമാണ് അവൻ നല്ലതോ ചള്ളോ എന്ന് തിരിച്ചറിയാനുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ഇതങ്ങ് വിജയിക്കത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ സ്വയമേ ചിന്തിച്ചത്, 2 ഇഞ്ചം വെച്ച് പോയി കഴിഞ്ഞ് 1 ഇഞ്ച് ട്രാവലായാൽ 1 ഇഞ്ച് ലോഡി നമുക്ക് കര എത്താൻ സാധിക്കും. അല്ലെങ്കിൽ വരുന്ന കാറ്റിൻ്റെ കൂടെ നമ്മൾ ഒഴുകി പോയിക്കൊണ്ടെങ്കിൽ ഇഞ്ചിന് കംപ്ലൈൻ്റ് ആയാൽ എങ്ങനെയാണ് വരുന്നത്? പണ്ടുള്ള അപ്പച്ചന്മാരൊക്കെ ഒരുപാട് പേര് കാണാതെ പോയെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ കൂടെ പോയതുകൊണ്ടാണ്.